ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലുമൊക്കെ വളരെ സുലഭമായിട്ടുള്ള ഒന്നാണ് ചക്ക എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരോട്ട് പോകും തോറും ചക്കയ്ക്ക് നല്ല വിലയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെയാണ്. അപ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലുള്ളവരൊക്കെ സത്യത്തിൽ പ്ലാവിൻ്റെ മുട്ടിലൊക്കെ നോക്കിയാൽ വെറുതെ ഇങ്ങനെ ചക്ക കിടക്കുന്നതാണ്. ചക്ക വെച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ചക്ക വെച്ചിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് ചക്കപ്പാട കൊണ്ട് നല്ല ഒന്നാം തരം ഒരു ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചക്ക വെച്ചിട്ട് വേറെ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചക്ക ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറാണ്. ഒരു വർഷം വരെയും കേടാകാതെ ഇരിക്കുന്ന ഒരു ചക്ക ഫ്രൈ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. ഇനി ആ ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ചക്കയുടെ ഒന്നും നമ്മൾ വെറുതെ കളയണ്ട. ചക്കപ്പാട ബജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചക്കപ്പാട തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ അത് നമുക്ക് അത് വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ചക്കയൊക്കെ നമ്മൾ വേവിച്ച് കഴിച്ചു, അതിൻ്റെ പാട ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഒരു 150 ഗ്രാമോളം കാണും. അതിലോട്ട് 2 സ്പൂൺ റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മൈദ മുഴുക്ക എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മൈദയും അരിപ്പൊടിയും കൂടെ പകുതി വീതം എടുത്താലും മതി. അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ആയതുകൊണ്ട് നല്ല നിറം കാണും, എരിവ് കുറവായിരിക്കും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ എരിവൊക്കെ ചേർക്കാനായിട്ട്. അപ്പം അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിടാം. നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു മസാല അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതായ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അത് ഒരു കുഴമ്പ് രൂപത്തിൽ, ഒരുപാട് വെള്ളമായി പോകരുത്, എങ്കിലും നമുക്ക് ബജിയൊക്കെ മുക്കിയെടുക്കത്തക്ക രീതിയിലുള്ള വെള്ളം ആയിരിക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കലക്കിയെടുക്കാം. അപ്പം നമ്മൾ കലക്കുന്ന നേരം കൊണ്ട് നമ്മൾ എണ്ണയും കൂടെ ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പണിയൊക്കെ അങ്ങ് എളുപ്പമായിക്കോളും. അപ്പോൾ അരിപ്പൊടി എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൈദ മുഴുവനും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊക്കെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ ചക്കപ്പാട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ടൊന്ന് മുങ്ങിയിരിക്കട്ടെ. പാടയുടെ അകത്തോട്ടൊക്കെ നമ്മുടെ ഈ കൂട്ടൊന്ന് കയറണം. കുറച്ച് അതിനകത്തോട്ടങ്ങ് ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ പാടയ്ക്കകത്താണ്ട് സ്വല്പം ചക്കയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും അതിനകത്തങ്ങ് ആയിക്കോളും. വറക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിരിക്കുന്ന ചക്കപ്പാട് ഇതിനകത്തോട്ട് കവർ ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണയുടെ അടുത്തോട്ട് പോകാം. ഇപ്പം നമ്മൾ ഈ ചക്കപ്പാട് ഈ മസാല എല്ലാം കൂടെ ഉണ്ടല്ലോ, നമ്മൾ കൈയും കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നമ്മൾ തവിയും കൊണ്ട് സ്പൂൺ കൊണ്ടായിരുന്നല്ലോ ഇതിൽ ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കൈയും കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടങ്ങ് ഇടാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ആ മസാലയും കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ ചക്കക്കുരു കോരിയെടുക്കാനായിട്ട്. മതി, പരന്ന പാത്രമായതുകൊണ്ട് എനിക്ക് പാത്രം ഇടാൻ പറ്റി. പരന്ന പാത്രമാകുമ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട. ഒരു സൈഡൊന്ന് ചെറിയ ബ്രൗൺ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തേക്ക് നമ്മൾ ചക്ക ഫ്രൈ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് ഇത് കണ്ടാണത് ട്രൈ ചെയ്ത് നല്ലതായിരുന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക സീസണൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാൽ കുറേ നാൾ നമുക്ക്, ഈ മഴക്കാലമൊക്കെ ആണല്ലോ, മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ചായ ഇവിടെയൊക്കെ കുറിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരുമ്പം കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആ ചക്ക ഫ്രൈ ഒന്ന് കണ്ടിട്ട് പോയി ചക്ക ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ. തിരിച്ചിടാറായിട്ടില്ല. ഇപ്പം ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ സൈഡിൽ തീ കൂട്ടിയും കുറച്ചും നല്ലതുപോലെ ഇടന്നൊന്നും ക്രിസ്പി ആയിട്ട് വരണം. 2 പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ട ഈ പതയൊക്കെ ഒന്ന് അടങ്ങുമല്ലോ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. അപ്പം നമുക്കിതെല്ലാം കോരിയെടുക്കാമേ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ വറുത്ത് കോരി എടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ വറുത്ത് കോരി എടുക്കാം.
എപ്പോഴും എടുക്കുമ്പോഴും നമ്മൾ ഈ മസാല കൂട്ടും കൂടെ ചേർത്ത് വേണം വാരിയെടുക്കാനായിട്ട്. അധികം നമ്മളിട്ടാലും അത് ഒട്ടിപ്പിടിക്കും, എന്തായാലും അങ്ങനെ പിടിക്കും. അപ്പോൾ നമ്മുടെ ചക്കപ്പാട ബജിക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എബിൻ പറയുന്നതായിരിക്കും. ലോകത്തെങ്ങും കാണാത്തൊരു ഐറ്റമാണ് ഇന്ന് മമ്മി ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ക്രിസ്പി സാധനമാണ് കേട്ടോ. നല്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല പടപടപടാതെ കേട്ടോ. ഇവിടെ ലേസൊക്കെ പൊട്ടിക്കുന്ന കരുതിയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള ഇവിടെ ഒരു സാധനം വെറുതെ കളയത്തില്ല കേട്ടോ. അവസാനം ചക്കയ്ക്കകത്ത് കളയാൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അത് മമ്മി എടുത്ത് ഒരു സാധനം ഉണ്ടാക്കി വെച്ച് എന്തായാലും കഴിച്ചു നോക്കാം കേട്ടോ. ചക്കക്കുരു പാടയെന്ന് പറയുന്നുണ്ടോ? ചക്കക്കുരു പാടയെന്ന് ഒട്ടും പറയത്തില്ല, ഏതാണ്ട് ബജ്ജിയാന്നേ പറയത്തുള്ളൂ. ആർക്കെങ്കിലും ആൻറ്റിമാർക്ക് പിള്ളേരെ പറ്റിക്കാനാണെങ്കിൽ എടുത്ത് ചെയ്താൽ മതി. ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ആണ്ടെ ഇതുണ്ടോ, നല്ല അടിപൊളി ബജ്ജിയാണ്. നല്ല ക്രിസ്പിനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നത്തില്ല ചക്കയുടെ എന്തെങ്കിലും ഐറ്റം ആണെന്ന് പോലും തോന്നത്തില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. കൊള്ളാം. ധൈര്യമായിട്ട് ട്രൈ ചെയ്തു. ഞാൻ അഷുറൻസ് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ചക്ക കൊണ്ട് നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്രാവശ്യം പുതിയ സാധനം മമ്മി ആഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു കട്ടൻ ചായയും കുറച്ച് മഴയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലൊരു ബജി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ പിന്നെ ചക്കപ്പാട കളയത്തേയില്ല. പിന്നെ അതേപോലെ ആടുകളോ പശുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ ചക്കപ്പാട എല്ലാം നമ്മൾ ബജിയാക്കി കഴിച്ചാൽ അപ്പോൾ അവർക്കൂടെ ഒക്കെ കൊടുക്കുക, നമ്മളും കുറച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.